285 പരസഹായമേ പുണ്യം. ഹലോ, ശിശുപാലനല്ലേ? ഞാനാണ് മോഹനകൃഷ്ണൻ. ശിശുപാല, ആഫീസിലേക്ക് വരുമ്പോ ഗംഗാധര സാറിന്റെ വീട്ടിൽ കയറിയിട്ട് സാറ് തരുന്ന ഒരു ഫയലും കൊണ്ടുവേണം വരാൻ. അങ്ങനെ വലിയ ദൂരമൊന്നുമില്ല, ഏറി വന്നാൽ ഒരു 1/2 കിലോമീറ്റർ. അത്രയും ദൂരം ഓടുന്നത് കൊണ്ട് ശിശുപാലിന് വരുന്ന നഷ്ടം ഞാൻ സഹിക്കില്ല, ശിശുപാലൻ തന്നെ സഹിക്കണം. ശരി, പറഞ്ഞാൽ അനുസരിക്കാൻ പഠിക്കൂ ശിശുപാല. കഷ്ടം. എന്താണ് രാവിലെ ശിശുപാലൻ ചേട്ടനോടാണോ യുദ്ധം? ഗംഗാധരൻ സാറിന്റെ അപേക്ഷ ആഫീസിൽ കിട്ടാനുണ്ട്. അത് എഴുതി തയ്യാറാക്കിയെന്ന് പറഞ്ഞ് സാർ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് വില്ലേജ് ഓഫീസിലേക്ക് വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ഞാൻ ആരെങ്കിലും അയക്കാമെന്ന്. ശിശുപാലന് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോ ചെറുതായിട്ടൊന്നും ചുറ്റേണ്ട കാര്യമേ ഉള്ളൂ. അത് പറഞ്ഞപ്പോ ശിശുപാലൻ പറയുക, അത് ഭയങ്കര ദൂരമാണ് സാറേ, വേറെ ആരോടെങ്കിലും പറയൂന്ന്. അത് കൊള്ളില്ലല്ലോ. ഒട്ടും കൊള്ളില്ല. വന്ന് വന്ന് മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യുന്ന കാര്യത്തിൽ ആർക്കും താല്പര്യമില്ലാതായി ഭാമേ. മനുഷ്യർ മറ്റുള്ളവരെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ ലോകം നന്നാവും, മുന്നോട്ട് പോകും? പറയുന്ന ആളെന്തായാലും കൊള്ളാം. എന്റെ ഓർമ്മയിൽ ഇതുവരെ മോഹനട്ട് അങ്ങനെ ഒരു സഹായം ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഈ പറഞ്ഞത് നിന്റെ അറിവില്ലായ്മ. ഇപ്പോ ഈ ഗംഗാധര സാറിന്റെ കാര്യം തന്നെ എടുക്കാം. സാറ് അപേക്ഷയുമായി വില്ലേജ് ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞതാണ്. ഞാനാണ് പറഞ്ഞത് വേണ്ട, ഞാനൊരാളെ അയക്കാം എന്ന്. ഇതൊരു സഹായമല്ലേ? അതെ, സഹായിക്കാമെന്ന് പറഞ്ഞത് മോഹനട്ടൻ, സഹായിക്കുന്നത് ശിശുപാലൻ ചേട്ടൻ. മോഹനട്ടൻ എപ്പോഴും ഇങ്ങനെയാ, സ്വന്തമായിട്ട് ആർക്കും ഒരു സഹായം ചെയ്യില്ല. എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞാ മതിയല്ലോ. കല്യാണം കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ ഒരു ചെറിയ സഹായം പോലും മോഹനട്ടൻ എനിക്ക് ചെയ്തിട്ടില്ല. ഒരു മൊട്ടുസൂചി എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞാൽ അത് ചെയ്യില്ല. അടുക്കളയെ സഹായിക്കില്ല, വീട് വൃത്തിയാക്കാൻ സഹായിക്കില്ല, തുണി കഴുകാനോ സ്വന്തം തുണി തേക്കാനോ സഹായിക്കില്ല. ഇങ്ങനെയുള്ള മോഹനട്ടൻ ശിശുപാലൻ ചേട്ടനെ കുറ്റം പറയുന്നത് എന്തിനാണ്? നിങ്ങൾ ആണുങ്ങളെല്ലാം ഒരുപോലെയാണ്, മടിയന്മാര്. നാട്ടുകാരുടെ ഇടയിൽ എനിക്കുള്ള പേരെന്താണെന്ന് നിനക്കറിയാമോ? വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ. പരോപകാരിയും സത്യസന്ധനുമായ ഒരു വില്ലേജ് ഓഫീസർ എന്ന്. പരോപകാരി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നയാൾ എന്നാണ്. ഉപകാരം എന്ന് പറയുന്ന വാക്കിനർത്ഥം സഹായം എന്ന്. അതായത് നാട്ടുകാർക്ക് മുഴുവൻ എന്നെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളാണ് എന്നാണ്. നീ മാത്രം പറയുന്നു ഞാൻ ആരെയും സഹായിക്കില്ല എന്ന്. എന്തുകൊണ്ടാണ് നീ അത് പറയുന്നത്? നിന്റെ കൂടെ അടുക്കളയിൽ കയറി പാത്രം കഴുകാൻ സഹായിക്കത്തുണ്ട്. നാട്ടുകാർ മോഹനട്ടനെ പരോപകാരി എന്ന് മാത്രമല്ലല്ലോ വിളിക്കുന്നത്. ആരോപിച്ചുക്കൻ, അറുത്തുകൈക്ക് ഉപ്പ് തേക്കാത്തവൻ, ദുർവാശിക്കാരൻ, 5-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടയാൾ എന്നൊക്കെയുണ്ട് വിളി. അത് വില്ലേജ് ഓഫീസർ കേൾക്കാറില്ല? ഇല്ല. ആഫീസിൽ എന്തെങ്കിലും കാര്യത്തിന് വരുന്നവർ കാര്യം സാധിക്കാനായി എന്തേലും 1-2 നല്ല വാക്ക് പറഞ്ഞിരിക്കും. അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അതൊക്കെ ആളുകൾ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണെന്ന് കരുതുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ പറ്റി ആളുകൾക്ക് വളരെ നല്ല അഭിപ്രായമാണ്. ഓരോ ദിവസവും വില്ലേജ് ഓഫീസിൽ നിന്ന് എത്രമാത്രം സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ കൊടുക്കാറുള്ളത്. അതൊരു സഹായമല്ലേ? അതെങ്ങനെ സഹായമാവും? അത് മോഹനേട്ടന്റെ ജോലിയല്ലേ? മോഹനേട്ടൻ എവിടേക്കെങ്കിലും പോകാനായി ബസ്സിൽ കയറി എന്ന് കരുതുക. ആ ബസ് ഓടിക്കുന്ന ഡ്രൈവർ മോഹനേട്ടനെ സഹായിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? ആ ബസ് ഓടിക്കേണ്ടത് അയാളുടെ ജോലിയാണ്. ആ ജോലിക്ക് അയാൾ ശമ്പളം വാങ്ങുന്നുണ്ട്. പിന്നെ അതങ്ങനെ സഹായമാവും? നാട്ടുകാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് വലിയ ശമ്പളവും ആഫീസും ഒക്കെ തന്ന് സർക്കാർ മോഹനേട്ടനെ ആഫീസറായി വെച്ചിരിക്കുന്നത്. അവിടെ വരുന്ന ആളുകളുടെ അപേക്ഷ പരിശോധിച്ച് വേണ്ടത് ചെയ്യുക എന്നത് മോഹനേട്ടന്റെ ജോലിയാണ്, അതൊരു സഹായമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിലെ അടുക്കളയിൽ കയറി കഞ്ഞിയും കറിയും വെക്കുക എന്നുള്ളതും വീട് വൃത്തിയാക്കുന്നതും തുണി അലക്കി തേക്കുക എന്നുള്ളതും സ്ത്രീകളുടെ ജോലിയാ. അതെങ്ങനെ സഹായമാവും? മോഹനേട്ടൻ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ശമ്പളം കിട്ടുന്നുണ്ട്. അടുക്കളപ്പണി എന്റെ ജോലിയാണെങ്കിൽ എനിക്ക് കിട്ടണമല്ലോ ശമ്പളം. എവിടെ?
മോഹനേട്ടാ, ഞാൻ ചെയ്യുന്നത് ഒരു സമ്പൂർണ്ണ സൗജന്യ സേവനമാണ്. അതുകൊണ്ട് ഞാൻ മോഹനേട്ടനെ സഹായിക്കുകയാണ്. തിരിച്ചിതുവരെ മോഹനേട്ടൻ ഒരു സഹായവും എനിക്ക് ചെയ്തിട്ടില്ല. ഇത് ഇപ്പോ ഗംഗാധര സാറിന്റെ അപേക്ഷ വാങ്ങാൻ ശിശുപാലനെ വിട്ടല്ലോ, അതൊരു സഹായമല്ലേ? അല്ലേ അല്ല. മോഹനേട്ടൻ ആഫീസിലേക്ക് പോകുന്ന വഴി ഗംഗാധര സാറിന്റെ വീട്ടിൽ പോയി അപേക്ഷ വാങ്ങിയിരുന്നുവെങ്കിൽ അതൊരു സഹായമാണെന്ന് ഞാൻ സമ്മതിച്ചേനെ. പക്ഷെ മോഹനേട്ടൻ ചെയ്തത് എന്താണ്? ശിശുപാലൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു. അത് സഹായമല്ല എന്ന് മാത്രമല്ല, നിയമലംഘനമാണ്. നിയമലംഘനം? ആ, അപേക്ഷകരിൽ നിന്ന് അപേക്ഷ വീട്ടിൽ പോയി സ്വീകരിക്കാൻ നിയമമുണ്ടോ? ഇല്ല. അപ്പോൾ നിയമപ്രകാരം ചെയ്യേണ്ടതല്ലാത്ത കാര്യത്തിന് വില്ലേജ് ഓഫീസർ എന്ന അധികാരം ഉപയോഗിച്ച് ശിശുപാലൻ ചേട്ടനെ പറഞ്ഞു വിട്ടു. പോലീസ് കോൺസ്റ്റബിളിനെ കൊണ്ട് വീട്ടിലേക്ക് മീൻ വാങ്ങിപ്പിക്കുന്ന എസ്ഐയും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ആർക്കെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുത്തിട്ട് വർത്താനം പറയും, അല്ലാതെ വെറുതെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇറങ്ങുന്നു. മോനൻ സാറേ, നമസ്കാരം സാറേ. ഞാനേ സാറിനെ അന്വേഷിച്ച് വീട്ടിലോട്ട് വരികയായിരുന്നേ. എനിക്ക് സാറിന് ഒരു സഹായം വേണം. ഈ സഹായം എന്നതുകൊണ്ട് ഉത്തമൻ എന്താ ഉദ്ദേശിച്ചത്? നമ്മുടെ തെക്കേലെ സാവിത്രി ചേച്ചിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യമല്ലേ സാറേ? അത് സഹായമല്ലല്ലോ, എന്റെ ജോലിയാണ്. വേറെ എന്തെങ്കിലും സഹായം ഉത്തമൻ ആവശ്യമുണ്ടോ? എന്താണ് സാറേ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുന്നത്? അതല്ല, നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നത് നല്ലതല്ലേ? എനിക്കിപ്പോ വേറൊരു സഹായം വേണ്ട സാറേ. സാവിത്രി ചേച്ചിയുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഇന്ന് ശരിയാക്കി കൊടുത്താൽ എനിക്കൊരു 50 രൂപ കിട്ടും. ആ ഒരു സഹായം ചെയ്ത് തന്നാ മതി. ഉത്തമ, കഷ്ടമാണ്. എന്ത്? ഈ സാവിത്രി ചേച്ചി ഒരു വിധവയാണ്. അവർക്ക് വില്ലേജ് ഓഫീസിൽ വന്ന് അപേക്ഷ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഉത്തമൻ ആ ജോലി ഏൽപ്പിച്ചത്. പക്ഷേ ഉത്തമൻ അതിന്റെ പ്രതിഫലമായി 50 രൂപ വാങ്ങുന്നു. ഉത്തമൻ പറഞ്ഞു വരുമ്പോ വലിയ സഹായിക്കാണ്. പക്ഷെ പ്രതിഫലം വാങ്ങി ചെയ്യുന്ന ജോലി എങ്ങനെയാ സഹായമാകുന്നത്? ജീവിതത്തിൽ ആരെങ്കിലും സഹായിക്കാൻ നോക്കൂ ഉത്തമൻ. അല്ലാതെ ഞാൻ പരസഹായിയാണ് എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ആരെങ്കിലും സഹായിക്കൂ എന്നിട്ട് പറയൂ. ഇതെന്ത് ഭ്രാന്താണെന്ന് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഒരു പാവം മനുഷ്യൻ. ഇവരെ പോലുള്ളവരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. ഞാൻ സഹായിക്കണോ? വേണ്ട, അങ്ങനെ പറയരുത്. അനിയനെ കണ്ടാൽ തന്നെ അറിയാം കാറ്റടിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ്, ഞാൻ സഹായിക്കാം. വില്ലേജ് ഓഫീസർക്ക് ഇപ്പൊ ഇതൊക്കെയാണോ പണി? ഞാൻ ഒരു സാധാരണ വില്ലേജ് ഓഫീസറല്ല, ആളുകളെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. മാറി നിൽക്കൂ, ഞാൻ സഹായിക്കാം. അവിടെ ഇരിക്കട്ടെ, മാറി നിൽക്കൂ. ഇങ്ങോട്ട് മാറി നിൽക്കൂ. കാറ്റടിക്കുമ്പോൾ സൈഡിൽ നിൽക്കരുത്. അതിന്റെ ട്യൂബ് ഒന്ന് കാറ്റടിച്ചാലും നീ മറിഞ്ഞു വീഴും. അവിടെ നിന്നോ. മോരക്സിനടുത്ത് ആ കളി ഗ്രീസ് ഉണ്ടല്ലേ, ഇതിനു മുമ്പ് അടിച്ചിട്ടില്ലാത്തൊരു പരിചയക്കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. സാർ എന്ത് പണിയായി കാണിച്ചത്? സാർ ഇങ്ങനെയാണോ കാറ്റടിക്കുന്നത്? ഇങ്ങനെയും കാറ്റടിക്കായിരിക്കും. എന്തോ സാറേ ഇത്? തന്റെ പമ്പിന്റെ കുഴപ്പാ. അതൊക്കെ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പമ്പിന്റെ കാശിങ് ഞാൻ ശരിയാക്കി തരാമല്ലോ. 500 രൂപ എടുക്ക്. 500 രൂപ. 500 രൂപയ്ക്ക് ഇതുപോലെ 40 പമ്പ് മേടിക്കാം. തരൂല്ലേ? ഇപ്പൊ കാണിക്കാം. തരൂല്ല. 500 രൂപ എടുക്ക്. 500 രൂപ? ഇത് സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ പമ്പ്. കൂടുതൽ വർത്താനം പറയാതെ കാശ് എടുക്കും സാറേ. ഇല്ലെങ്കിൽ സാർ വിവരം അറിയും. വില്ലേജ് ഓഫീസിലും പോകില്ല.
ഇത് ഞാൻ ശരിയാക്കി തരാം. വേണ്ട, ഞാൻ പൈസ എടുത്തോളാം. ഇതങ്ങ് കയറ്റിയാൽ മതി ഇതിനകത്തോട്ട്. ഞാൻ പൈസ എടുത്തോളാം. ഞാൻ വേഗം ഞാൻ എടുക്ക്. എടുത്തോളാം പൈസ. വേഗം എടുക്ക്. സർക്കാർ പൈസ എടുക്ക്. എവിടാ പൈസ വെച്ചേക്കുന്നേ? വേണ്ട, കാശ് തരാൻ മുന്നേ നോക്കുകയല്ലേ? ആ, 100 രൂപ ഉണ്ടോ? 100 രൂപയെ അത് പോരാ, ബാക്കി പൈസ എടു. ഏട് സാറാ ഇങ്ങോട്ട്, സമയം പോകുന്നു. ആ, പൈസ എടുക്ക. ഒരു പമ്പിന് ഇല്ല, 200 രൂപ മതി. ആഹാ, പൈസ വന്നിട്ട് പോയാൽ മതി. 300. ആ, ഇനി സാറ് വയ്ക്കോ, വയ്ക്കോന്നേ. പാമ്പും വലിച്ചോടിച്ചു. തോപ്പിക്കാൻ നോക്കല്ലേ നീ? ഒരു സഹായം ചെയ്യാൻ വെച്ചപ്പോ സാറിന് പോ സാറേ അവിടുന്ന്. ചന്ദ്രസേന സാറിന്റെ പോക്കുവരന്റെ അപേക്ഷ കിട്ടിയിട്ട് മാസം 1 ആവാൻ പോവാ. ഇതുവരെ അത് താലൂക്ക് ഓഫീസിൽ അയച്ചിട്ട് പോലുമില്ല. എന്ത് കഷ്ടമാണോ നോക്കിയേ. വില കുറച്ച് കാണിച്ചാണ് ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞ് മോഹനേഷൻ സാർ അത് പിടിച്ചു വെച്ചേക്കുന്നത്. ഉടനെയൊന്നും അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രസേന സാറാകുമ്പോൾ രാവിലെയും വൈകുന്നേരം എന്നും എന്നെ കാണുമ്പോൾ ചോദിക്കും എൻ്റെ പോക്കുവരവ് എന്തായി പ്രഭയെന്നും. തൊട്ടടുത്ത വീടല്ലേ, അങ്ങനെ കാണാൻ നടക്കാൻ പറ്റൂ. അയൽക്കാർക്ക് പോലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ഉദ്യോഗം കൊണ്ട് എന്താ ഗുണം കാഞ്ചന സാറേ? ഉദ്യോഗം കൊണ്ട് ഉപയോഗമൊക്കെ ഉണ്ട്. പക്ഷേ മോഹനേഷ സാർ സ്ഥലം മാറിപ്പോണം. ആ കടുവ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു കാര്യവും നടക്കില്ല. നമസ്കാരം സാർ. നമസ്കാരം. ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് ഇന്ന് 7-ാം ദിവസമാണ് വരുന്നത്. അകത്ത് പറഞ്ഞില്ലേ? പറഞ്ഞു, നാളെ വരാൻ പറഞ്ഞു. ഞാനൊരു ജാതി സർട്ടിഫിക്കറ്റ് വന്നു തുടങ്ങിയിട്ട് 4 ദിവസമായി. ഓ, ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന് എന്നെ നടത്തി തുടങ്ങിയിട്ട് കുറേ ദിവസമായി സാറേ. ഇത് ഒരു ആഫീസാണ്. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമെടുക്കും. നിങ്ങൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. ഞങ്ങള് ആകെ 4 പേരല്ലേ ഉള്ളൂ. അത്യാവശ്യമായതുകൊണ്ടാ സാറേ. അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട്. എന്തായാലും ഞാൻ നോക്കട്ടെ. മാറി നിൽക്കും. എന്തായാലും ഇന്ന് ഞാൻ മോഹനേഷ സാറിനോട് പറയും ചന്ദ്രസേന സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന്. ഒരു ഓഫീസാകുമ്പോൾ നമ്മുടെ വാക്കിന് വില വേണ്ടേ? പിന്നെ സ്വയംപ്രഭയുടെ ഏതു വാക്കിനാണ് വില കിട്ടാത്തത്? അല്ല സാർ, ചന്ദ്രസേന സാറിന്റെ പോക്കുവരവ് അത് കുറച്ച് പാടുപെടും. ചന്ദ്രസേനെ പോലുള്ള തട്ടിപ്പുകാരെ സഹായിക്കാനല്ല സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. സാവിത്രി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് അപേക്ഷ എന്നല്ലോ, അതെന്തായി? അല്ല, അത് കാഞ്ചനയ്ക്ക് അറിയാമോ? അല്ല, അപേക്ഷ കിട്ടി. അപേക്ഷ വാങ്ങി വെച്ചാ പോരല്ലോ, സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ? ഉത്തമൻ 11 മണിയാകുമ്പോ വരും. അതിനു മുമ്പ് ആ സർട്ടിഫിക്കറ്റ് എഴുതി എന്റെ മേശപ്പുറത്ത് കൊണ്ട് വെക്കണം. ഇപ്പൊ കൊണ്ടുവരാൻ സാർ. ശിശുപാലൻ ഗംഗാധര സാറിന്റെ അപേക്ഷ വാങ്ങിയോ? ഞാൻ ചെന്നപ്പോ സാറ് പുറത്തു പോയിരിക്കാം. 10:30 എല്ലാം പറഞ്ഞു. ശരി, പെട്ടെന്ന് പോയി അത് വാങ്ങിക്കൊണ്ട് വരണം. അങ്ങോട്ട് 5 മിനിറ്റ്, ഇങ്ങോട്ട് 5 മിനിറ്റ്, അവിടെ 5 മിനിറ്റ്. ആകെ 15 മിനിറ്റ് മാത്രമേ എടുക്കാവൂ. എന്തൊരു കൃത്യനിഷ്ഠ. വാച്ച് നോക്കി ബൈക്ക് ഓടിച്ച് ഞാൻ വല്ല പാണ്ടി ലോറിയുടെ അടിയിൽ കയറി പോകത്തേ ഉള്ളൂ. ശിശുപാലൻ സാർ പോവാണോ? എൻ്റെ പൊന്ന് ശശി, വില്ലേജ് ഓഫീസറുടെ സ്വഭാവം നിനക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഇതുവരെ ഇങ്ങോട്ട് വരുന്ന അപേക്ഷയുടെ കാര്യം നോക്കിയാൽ മതി. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അപേക്ഷ വാങ്ങിച്ചോണ്ട് വരാനാ ഓർഡർ. അപ്പം ഞങ്ങളുടെ കാര്യം? നിന്റെ കാര്യം ഒക്കെ നടക്കേണ്ട സമയത്ത് നടക്കും. ശരിക്ക് പ്രാർത്ഥിച്ചോ. അല്ല ഞാനിപ്പോ എന്താ പറയാ. സാർ, സാവിത്രിയുടെ സർട്ടിഫിക്കറ്റ്. ആ, നന്നായി. അവിടെ വെച്ചോളൂ, ഞാൻ ഒപ്പിട്ടോളാം. പിന്നെ സാർ, എനിക്കിന്ന് ഡോക്ടറെ കാണണമായിരുന്നു. ഒരു അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാം. ആപ്പീസ് സമയത്താണോ ഡോക്ടറെ കാണാൻ പോകുന്നത്? അതല്ല സാർ, ആ സമയത്തേക്കാണ് ചീട്ട് കിട്ടിയത്. അതിനായി ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റുമോ? ഒരു അരമണിക്കൂർ മതി സാർ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ആ, ഇനി ഇത് ആവർത്തിക്കരുത്. ഇന്നൊരു സ്ഥിതിപ്പിക്കോളൂ. ഇതൊരു സഹായമായിട്ട് ഭാമ സമ്മതിക്കോ? ഇതൊരു സഹായമാണല്ലോ. അല്ല, കാഞ്ചന സാർ പോവാണോ? പോകുകയില്ല,
എനിക്കൊന്ന് ഡോക്ടറെ കാണണം. അരമണിക്കൂറിനുള്ളിൽ വരും. ചേട്ടൻ വെയിറ്റ് ചെയ്യും. അല്ല, ഇത് എത്ര നേരം കരുതിയ സാറേ? ചേടാ, വില്ലേജ് ഓഫീസിലാണ് ജോലി എന്ന് കരുതി എനിക്കൊരു അസുഖം വന്ന ഡോക്ടറെ കാണണ്ടേ? അത് കൊള്ളാം. അപ്പൊ ഞങ്ങൾ നിക്കണോ പോണോ? മോഹനേഷ് സാർ അകത്തുണ്ട്, പോയി ചോദിക്ക്. എടുക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തൊരു വെയിറ്റ്. സ്വയംപ്രഭേ, എന്താ ഈ ചെയ്യുന്നത്? താലൂക്ക് ഓഫീസിൽ നിന്ന് വന്ന ഫയല് കാണാനില്ല. ശിശുപാലൻ ചേട്ടനെടുത്ത് ഈ പെട്ടിയിൽ വെച്ചെന്നാ തോന്നുന്നത്. എങ്കിൽ ശിശുപാലം വരുമ്പോ ചോദിക്കൂ, അല്ലാതെ ആവാത്ത കാര്യത്തിന് പോകരുത്. അത്യാവശ്യമായിരുന്നു സാർ, അതുകൊണ്ടാ. ആർക്കെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുത്തിട്ട് വർത്താനം പറയും, അല്ലാതെ വെറുതെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. സ്വയംപ്രഭ മാറൂ, ഞാൻ എടുക്കാം. ഇത് മോഹനെടുത്ത് വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പൊ ചെയർ വേണം സാർ. അത്രേ ഉള്ളൂ. അയ്യോ സ്വയംപ്രഭ, സാർ, എന്ത് പറ്റി സാർ? എന്റെ കണ്ണ്. സ്വയംപ്രഭ, ഞാൻ ഊതി തരാം സാർ, പൊടി മാറ്റി തരാം. സാർ കണ്ണാടി മാറ്റി സാർ. കണ്ണിൽ നിറയെ പൊടിയുണ്ടല്ലോ. ഈ കണ്ണ് യുജു. സാർ നിക്ക് സാർ അവിടെ. സാർ അവിടെ അടങ്ങി നിക്ക് സാർ, പൊടി കണ്ണില്. കണ്ണ് കാഴ്ച പോയെന്റെ. അവിടെ മാറി. ഹലോ, അപ്പൊ ഇതാണ് ഇവിടെ പരിപാടി. അപ്പോൾ കാഞ്ഞന സാറിനെയും ശിശുപാലൻ ചേട്ടനെയും പറഞ്ഞു വിട്ടത് ഇതിനായിരുന്നു. എന്തിന്? എത്ര നാളായി സാറേ ഇത് തുടങ്ങിയിട്ട്? എന്റെ കണ്ണിൽ പൊടി പോയതാ. സാറ് നാട്ടുകാരുടെ കണ്ണിലല്ലേ പൊടി ഇടുന്നത്? പറയുമ്പോ വലിയ മാന്യൻ. പട്ടപ്പാല സർക്കാർ ഓഫീസിൽ ഇതൊക്കെയാ പരിപാടിയെങ്കിൽ സ്ഥലവും സൗകര്യം കിട്ടിയ സാർ എന്തൊക്കെ ചെയ്യും? അതാരാ പറഞ്ഞത്? കാണാനും വയ്യല്ലോ. അനാവശ്യം പറഞ്ഞ ആടിച്ചിനെ പല്യം തെറിപ്പിക്കും. അഹങ്കാരി. അരിയും തിന്ന് ആശാരിച്ചയും കഴിച്ചു, പിന്നെ നായ്ക്ക് മുറിവുറുപ്പെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പതാ കണ്ടു. നിങ്ങൾ വാ, നമ്മളോട് ഇതിന്റെ ഒരു കാര്യമില്ല. സർട്ടിഫിക്കറ്റ് ഒത്തിരി വൈകും. എന്തായാലും പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുകയാണെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. നിങ്ങൾ വാ, നടക്കട്ടെ. സാർ അതെ, നിക്കണേ. പിന്നെ അതെ, നിങ്ങൾ ഈ കണ്ട ഒന്നും സത്യമല്ല. കണ്ണി പൊടി വീണപ്പോ ആ കുട്ടി ഒന്ന് ഊതി തന്നു, അത്ര സംഭവിച്ചുള്ളൂ. ഇനിയിപ്പോ ദയവ് നാട്ടുകാരോടൊന്നും പറയാൻ പോകരുത്. ഞങ്ങള് കണ്ടത് പറയും. കണ്ടതെല്ലാം സത്യമാവണമെന്നില്ലല്ലോ ഏട്ടാ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നതും മുമ്പേ കണ്ടിട്ടറിയുന്നു ചിലർ എന്ന് പൂന്താൻ എഴുതിയിട്ടുണ്ടല്ലോ. ഞാനിപ്പോ വായിച്ചിട്ടില്ലേ? വേണ്ടാതീനം കാണിച്ചിട്ട് സാറ് ഞങ്ങളെ കളിയാക്കുക. കളിയാക്കല്ല, എന്റെ കണ്ണ് ആണക്കേടുമായാലും. എന്താ സാറേ പ്രശ്നം? എന്റെ കണ്ണ് ഇത്തിരി പൊടി വീണു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളു. പിന്നെന്താ പ്രശ്നം? മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണല്ലോ. ഞാൻ സ്വയംപ്രഭയെ ഒന്ന് സഹായിച്ചു. അതിനെന്താ? അതിനൊന്നുമില്ല, പക്ഷെ സ്വയംപ്രഭ തിരിച്ച് എന്നെ ഒന്ന് സഹായിച്ചു. നിങ്ങളുടെ ഈ ആഴ്ച രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് അപ്രതീക്ഷിതമായ ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാവും. സതുദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയാകും. വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ മുന്നിൽ ആളാവാനുള്ള പരക്കം പാച്ചിലിനിടയിൽ നാട്ടുകാരുടെ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടാൽ ഭാഗ്യം.
അവസാനം വായിച്ചാനത്തില്ല. രാവിലെ ഞാനും പത്രം വായിച്ചതാ. ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ. ധനനഷ്ടം, മാനഹാനി. സത്യത്തിൽ ഈ പത്രത്തിൽ വരുന്ന വാരഫലമൊക്കെ ശുദ്ധ തട്ടിപ്പാണെന്നാണ് ഞാൻ ഇതുവരെ കരുതിയത്. ഇതിൽ സത്യമുണ്ടെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ആ, ഇനി എന്റെ വാരഫലം വായിക്കട്ടെ. വേണ്ട. തിരുവാതിര നക്ഷത്രം. ദീർഘനാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന മോഹങ്ങൾ സാക്ഷാത്കരിക്കും. തർക്കങ്ങളിൽ വിജയം. ഭർത്താവിനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുമെങ്കിലും അക്കാര്യത്തിൽ വിജയ സാധ്യതയില്ല. മതി. നീ ഒരാൾ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആരെങ്കിലും സഹായിച്ചിട്ട് വർത്താനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് നീയല്ലേ? ഉടനെ സഹായിക്കാൻ മോഹനേട്ടൻ ഇറങ്ങി പുറപ്പെട്ടു. സഹായിച്ചതൊക്കെ മോഹനേട്ടന്റെ സഹായം ആവശ്യമില്ലാത്ത ആളുകളെ. മോഹനേട്ടാ, സഹായിക്കാൻ വേണ്ടി സഹായിക്കുന്നതിൽ നല്ലത് സഹായിക്കാതിരിക്കുന്നതല്ലേ? എന്നെ ബോധ്യപ്പെടുത്താനായി ഇറങ്ങി തിരിച്ചാണ് മോഹനേട്ടനെ പറ്റിയത്. എന്തായാലും സഹായിക്കാൻ ഇറങ്ങിയ കാട്ടിക്കൂട്ടിയ പരാക്രമത്തിനിടയിൽ മോഹനേട്ടൻ അറിയാതെ ഒരാളെ സഹായിക്കുകയും ചെയ്തു. സാവിത്രി ചേച്ചിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ശരിയാക്കി കൊടുക്കാൻ ഉത്തമൻ 50 രൂപ കമ്മീഷൻ കൊടുക്കാമെന്ന് സാവിത്രി ചേച്ചി പറഞ്ഞിരുന്നു. അവർക്ക് ആഫീസോറും കയറി ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഉത്തമനെ ഏൽപ്പിച്ചത്. മോഹനേട്ടൻ ഉത്തമനോട് എന്തോ പറഞ്ഞതുകൊണ്ട് ഉത്തമൻ സാവിത്രി ചേച്ചിയുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയില്ല. അവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്നത് തെറ്റാണെന്ന് മോഹനകൃഷ്ണ സാറ് പറഞ്ഞതുകൊണ്ടാണ് വാങ്ങാത്തതെന്ന് ഉത്തമൻ ചേച്ചിയോട് പറയുകയും ചെയ്തു. വഴിവെച്ച് ഞാൻ സാവിത്രി ചേച്ചിയെ കണ്ടു. അവരെന്നോട് പറയുക, സത്യഭാമ ഭാഗ്യം ചെയ്ത ആളാ, ഇത്ര നല്ല മനസ്സുള്ളൊരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്ന്. ഞാൻ പക്ഷെ അങ്ങനെ കരുതി പറഞ്ഞൊന്നുമല്ല. ആയിരിക്കില്ല. പക്ഷേ അതാണ് മോഹനേട്ട ശരിയായ സഹായം. ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീ മകളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോ അവരുടെ 50 രൂപയ്ക്കും വിലയുണ്ട്. ആ 50 രൂപ മോഹനേട്ടൻ അവർക്ക് ലാഭിച്ചു കൊടുത്തു. അവർക്ക് 50 രൂപ ലാഭം. അവർ മോഹനേട്ടനെ പറ്റി നല്ലത് പറഞ്ഞപ്പോ എനിക്ക് 50 കോടിയുടെ സന്തോഷവും. പക്ഷെ നീയല്ലേ പറഞ്ഞത് എന്നെ പറ്റി ആളുകൾ വേറെ പറഞ്ഞു നടക്കുന്നു. അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അസൂയക്കാരാ. അല്ലാതാരും പറയില്ലല്ലോ. മറ്റുള്ളവർക്കൊരാവശ്യം വരുമ്പോൾ അവരെ സഹായിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ആരെങ്കിലും സഹായിക്കാനായി മെനക്കെട്ടിറങ്ങുന്നതിന്റെ പൊരുൾ പെട്ടെന്ന് പിടികിട്ടുന്നതല്ല. എന്തായാലും ആളുകളെ സഹായിക്കാൻ ഇറങ്ങി ധനനഷ്ടവും മാനഹാനിയും സംഭവിച്ച വില്ലേജ് ഓഫീസറോട് സഹതാപം രേഖപ്പെടുത്തി ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.